Very hearty welcome to Happy Life TV. ഒരു മോട്ടിവേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ വളരെ പ്രസിദ്ധനായ ഒരു ട്രെയിനർ സദസ്സിലേക്ക് ഒരു ചോദ്യം ചോദിച്ചു. ഹു വോണ്ട് ചേഞ്ച്? ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും കൈപൊക്കി. എല്ലാവരോടും കൈ താഴ്ത്താൻ പറഞ്ഞ അദ്ദേഹം അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചു. ഹു വോണ്ട് ടു ചേഞ്ച്? ആ മാറ്റം ആര് കൊണ്ടുവരാൻ തയ്യാറുണ്ട് എന്ന രണ്ടാമത്തെ ചോദ്യത്തിന് സദസ്സിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് കൈപൊക്കിയത്. കൂടുതൽ വിജയം അല്ലെങ്കിൽ ഉന്നതങ്ങളിലേക്കുള്ള വലിയ മുന്നേറ്റങ്ങൾ വേണമെന്ന് പലരും പറയാറുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിലും പക്ഷേ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ, അതിൽ നിന്നൊരു മാറ്റം ഇഷ്ടപ്പെടാത്തവരാണ് പലരും എന്നതാണ് ഒരു വലിയ സത്യം. ഈ മേഖലയിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കംഫർട്ട് സോൺ അല്ലെങ്കിൽ സേഫ് സോൺ എന്നൊക്കെയാണ് പറയുന്നത്. ഓരോരുത്തരും അവരുടെ ആ ഒരു സേഫ് സോണിൽ തന്നെ നിന്നുകൊണ്ട് വലിയ കാര്യങ്ങളെ കുറിച്ച് അത് വേണമെന്ന് ചുമ്മാ ചിന്തിക്കുന്നവരാണ്. ഒരു പെയിൻറ്ററെ സംബന്ധിച്ചിടത്തോളം ആ പെയിൻറ്ററുടെ മകൻ ഒരു പെയിൻറ്ററായി തീരുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അദ്ദേഹം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള പെയിൻറ്റ് അവിടെ ഇവിടെ അടിച്ച് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം പണിക്ക് വരാത്ത സമയത്ത്, ജോലിക്ക് വരാത്ത ദിവസങ്ങളിൽ മകനെ കൂടെ കൂട്ടി അങ്ങനെ വളരെ സിമ്പിളായി തന്നെ ആ മകൻ ഒരു പെയിൻറ്ററായി മാറുക എന്നത് സാധ്യമാണ്. ഒരു ഡ്രൈവറുടെ മകന് ഡ്രൈവർ ആകുവാനും, ഒരു ടീച്ചറുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ടീച്ചറാകുവാനും, ഡോക്ടറുടെ മകൾക്ക് ഡോക്ടറാകുവാനും അതൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള കാര്യമാണ്. ഓരോരുത്തരുടെയും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു യാത്ര, സുരക്ഷിതമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു തലത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു യാത്ര, ആ യാത്രയാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരിക. ജെസിക്ക കോക്സ് എന്ന് പറയുന്ന ഒരു ലേഡിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ജന്മനാ തന്നെ 2 കൈകളും ഇല്ലാതിരുന്ന ആ ലേഡി, അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്കുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറയുന്നത് വിമാനം പറത്തണമെന്നായിരുന്നു. അമേരിക്കക്കാരിയായ ഈ ലേഡി ചെറിയ പ്രായം മുതൽ തന്നെ പറയും, എനിക്ക് വിമാനം പറത്തണം. പലരും അവരോട് പറഞ്ഞു, മോളെ നിനക്ക് കൈകളില്ലാത്തത് കൊണ്ട് വിമാനം പറത്താൻ സാധ്യമല്ല. അത് അവരുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള ഒരു ലക്ഷ്യമായിരുന്നു, കൈകളില്ലാതെ വിമാനം പറത്തുക എന്നത്. ജെസിക്ക കോക്സ് തൻ്റെ താല്പര്യത്തിൽ ഉറച്ചു നിൽക്കുകയും കംഫർട്ട് സോണിന് പുറത്തുള്ള ആ ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ ഗിന്നസ് ബുക്കിൽ ചരിത്രത്തിൽ ഇടം തേടിക്കൊണ്ട് കൈകളില്ലാതെ വിമാനം പറത്തിയ വനിത എന്ന വളരെ ഉദാത്തമായ, ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു നേട്ടത്തിലേക്ക് ആ വനിതയ്ക്ക് കടന്നു കയറാൻ സാധിച്ചത് അങ്ങനെയാണ്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ വളരെ സുരക്ഷിതമായി ഇരിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അതേ സീറ്റിൽ ഇരുന്നു കൊണ്ട്, അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്കൊരു വലിയ മാറ്റം ഒരിക്കലും സാധ്യമല്ല. ഉള്ള അവസ്ഥയിൽ നിന്ന് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങളും സ്വാഭാവികവും നിർബന്ധപരവുമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ മാറുന്നുണ്ടായിരിക്കും. പക്ഷേ ജീവിതത്തിൽ വലിയ മേഖലകളിലേക്ക് എത്തിപ്പിടിക്കുന്നതിനെക്കുറിച്ചും ഉന്നത വിജയങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അനിവാര്യമാണ്. എറണാകുളം ജില്ലക്കാരനായ ഒരാൾ, അയാൾ മട്ടാഞ്ചേരിക്കടുത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മട്ടാഞ്ചേരി, എറണാകുളം, വൈറ്റില, എടപ്പള്ളി തുടങ്ങിയിട്ടുള്ള ഏതാനും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ചിന്തകളുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്കൊരിക്കലും കോട്ടയത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല. അയാളുടെ മേഖലയുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലയിലെ സാധ്യത അയാൾക്ക് കാണാൻ കഴിയില്ല. തൃശ്ശൂർ ജില്ലയിലേക്ക് അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിലേക്ക് അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എറണാകുളം എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഏതാനും ചില ഭാഗങ്ങളിൽ ആ കംഫർട്ട് സോണിൽ അദ്ദേഹം സെറ്റായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു സെറ്റായി കിടക്കുന്ന വളരെ പരിമിതമായ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് അദ്ദേഹം ആ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി എപ്പോഴാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉന്നതമായ വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നത്. ഒരു കുട്ടി +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി വളരെ ഉന്നതമായ ഒരു കോഴ്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ആ കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ സെറ്റ് ചെയ്ത് തൻ്റെ കൂട്ടുകാരും നാട്ടുകാരും കുടുംബത്തിലുള്ളവരൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ആ കോളേജും അല്ലെങ്കിൽ ആ ക്യാമ്പസിനൊക്കെ പുറത്തുള്ള, കംഫർട്ട് സോണിന് പുറത്തുള്ള ഒരു മേഖലയിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുവാൻ ആ കുട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ് എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലല്ലെങ്കിൽ അപ്പുറത്തുള്ള ജില്ലയിലുണ്ടോ എന്ന് ആ കുട്ടി അന്വേഷിക്കും. ഇനി കേരളത്തിൽ തന്നെ ആ സാധ്യത ഇല്ലെങ്കിൽ ആ കുട്ടി ബാംഗ്ലൂരിലുണ്ടോ എന്ന് അന്വേഷിക്കും. അതല്ലെങ്കിൽ ഹൈദരാബാദിലും ചെന്നൈയിലും
മറ്റ് ഡൽഹിയിലും മുംബൈയിലും തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലുണ്ടോ എന്ന് അന്വേഷിക്കും. ഇങ്ങനെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആ കുട്ടിയുടെ ആ ഒരു ലക്ഷ്യം, ആ ഒരു കോഴ്സ് ഇല്ലെങ്കിൽ, ആ കുട്ടി കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും ആ ലക്ഷ്യം നേടുകയും അങ്ങനെ ഉന്നതമായ ഒരു വിജയത്തിലേക്ക് കുട്ടി എത്തുകയും ചെയ്യും. സോ എപ്പോഴും എല്ലാവരും ചിന്തിക്കുക, കുറേ കാലങ്ങളായിട്ട് നമ്മൾ കംഫർട്ട് സോണിൽ സുഖകരമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അതൊരിക്കലും നടക്കുന്നില്ല. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാവുക, അങ്ങനെ ഉന്നതമായ വിജയത്തിലേക്ക് നടന്നെടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.